நண்பர்கள் வந்தாச்சு. எப்படி இருக்கீங்க? சௌக்கியமா? ஸ்ரீனிவாசன் பாய் வந்துட்டாங்க. வணக்கம், எப்படி இருக்கீங்க? உங்களுக்கு யாருக்காவது தமிழ் பேச தெரியுமா? தமிழ் பேச தெரிஞ்சா பேசுங்க. எப்படி இருக்கீங்க? என்னம்மா, நல்லா இருக்கீங்களா? தமிழ் பேச தெரியுமா? தமிழ் தெரியுமா? தமிழ் புரியுமா? சொல்லுங்க. நான் பேசுவேன், அழகா பேசுவேன். நான் நீங்க பேசுவீங்களா? நல்லா இருக்கீங்களா? பிரஜேஷ் பாய், நீங்க எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? சௌக்கியமா? என்னம்மா கண்ணு, சௌக்கியமா? ஆமாம்மா கண்ணு, சௌக்கியம்தான். எல்லாரும் போடுறாங்க. என்ன, எங்க போறீங்க? எங்க போக கூடாதீங்க. എന്താണ് സുബൈറോ, അപ്പം ഭ്രാന്തായെന്ന കാര്യങ്ങൾ ഇരുന്നല്ലേ? തമിഴെല്ലാം സംസാരിക്കുന്നത്. तमिल സംസാരിക്കും, हिंदी സംസാരിക്കും. बहुत अच्छे से हम हिंदी बात कर सकता है. इसे नहीं बोलेगा मैं, हम थोड़ा थोड़ा हिंदी बोलता है, ज्यादा तो नहीं बोल सकते हैं. हिंदी बोलने के लिए किसको आता है? आता है तो बोलो. मैं अभी हिंदी में भी बात कर सकते हैं. कोई हिंदी भाई लोग अपना चैनल में बहुत आदमी, आज मैं देखा बहुत हिंदी वाला आदमी मुझे फॉलो किया है, मगर हिंदी में कोई कोई कमेंट भी लिखता है ना. हिंदी बोलने के लिए किसको आता है तो आइए, हम हिंदी में भी बात करेगा आपसे. हम तमिल में भी बात कर सकता है, हम मलयालम में भी बात कर सकते हैं, अरबी में भी बात कर सकता है, कन्नड़ा में भी थोड़ा थोड़ा, ज्यादा तो नहीं, कन्नड़ा थोड़ा थोड़ा आता है. ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಮಾತಾಡಿದೆ ನಾನು, ज़्यादा ಮಾತಾಡೋದಕ್ಕೆ ಬರೋದಿಲ್ಲ ಕನ್ನಡ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಗೊತ್ತಾಯ್ತು. सही है. मुझे हिंदी मुश्किल नहीं, हम बात कर सकते हैं, ब्लॉगिंग भी करता है मैं. और क्या हाल है? सब अच्छा है? ठीक है. അപ്പൊ ഞാൻ വന്ന വിഷയം പറയാം. നിങ്ങളങ്ങനെ വെറുപ്പിച്ചിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാലേ, ഇന്ന് വന്ന എൻക്വയറിയാണ്. മലപ്പുറം ജില്ലയിലെ എടക്കര കരുളായി പൂക്കോടുംപാടം റൂട്ടില് 50 ലക്ഷം രൂപയ്ക്കുള്ളിലുള്ള വീട് ലോൺ സൗകര്യത്തോട് കൂടിയാണെങ്കിൽ വളരെ ബെറ്റർ. അതല്ല, നിങ്ങൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ. പുതിയ വീടാണെങ്കിൽ അതിലും ബെറ്റർ. അങ്ങനത്തെ രണ്ട് ഭാഗത്ത് വേണം. ഇതേ 45-50 ലക്ഷം റുപ്യക്ക് എനിക്ക് എടക്കര കരുളായി അമരമരം പഞ്ചായത്തിലെ പൂക്കോടുംപാടം റൂട്ടില്, അതോടൊപ്പം വേറെ പാർട്ടിക്കാണ് വേണ്ടത് പാണ്ടിക്കാട് മേലാറ്റൂർ റൂട്ടില് 45-50 ലക്ഷം റുപ്യയിലുള്ള വീട്. അപ്പോ ദോ ഗർ മുझे चाहिए, തോടെ അർജന്റ്. മനസ്സിലായോ? രണ്ട് വീട് വേണം, വളരെ വലിയ അർജന്റ് ആണ്. കാരണം एक हफ्ते का अंदर अगर मिल जाएगा तो उतना अच्छा है. ഒരൊറ്റ ആഴ്ചനുള്ളിൽ കിട്ടുകയാണെങ്കിൽ വളരെ ബെറ്റർ ആണ്. അപ്പോൾ किसी के पास है तो मुझे फोन करना. മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യണം. അങ്ങനെയാണ് ഹിന്ദി പറയാം. ഹിന്ദിയും പറയുന്നുണ്ട്, അതോടൊപ്പം അതിന്റെ മലയാള തർജ്ജമയും പറയുന്നുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടേ? സുബൈറോപ്പിനെ ഫോളോ ചെയ്തിട്ട്, ഇത്തിരി ആൾക്കാർ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സുബൈറോപ്പിനെ കൊണ്ട് ഒരു ഉപകാരം വേണ്ട. അല്ലെങ്കിൽ ഹിന്ദി, അതിന് ഹിന്ദി പറയുമ്പോൾ അതിനുള്ളൊരു മലയാളത്തിലൊരു ആൻസർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹിന്ദിയിലൊക്കെ ആരെയൊക്കെ എവിടെയൊക്കെ കുടുങ്ങാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ കുറെ ആൾക്കാർ ഡൽഹിയിലൊക്കെ പോയിട്ട് കുടുങ്ങിയിട്ട് കുറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ചില ഡയലോഗ് അടിച്ചിട്ട് പോയി, എന്നിട്ട് പറ്റ ലോക്കും ചില ആൾക്കാർ ജാമാക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നെ ബന്ധപ്പെടാറൊക്കെ കുറെ ആൾക്കാർ. हम मदद भी कर सकते हैं थोड़ा कुछ. इंसान है ना, इंसान तो इंसान को मदद कर सकता है. इंसान जानवर को ज्यादा मदद करता है, मगर इंसान को बहुत कम मदद करता है ना? सही बात है कि नहीं? മനുഷ്യർക്ക് ഹെൽപ്പിംഗ് വളരെ കുറവാണ്. മനുഷ്യര് മൃഗങ്ങളൊക്കെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും, മൃഗങ്ങളൊക്കെ വല്ലാതെ സഹായിക്കും. മനുഷ്യർക്ക് ഹെൽപ്പിംഗ് ബഹുത് കം ചെലുത്താ ഹേ ना भैया? അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലല്ലേ? अगर तुम मिल जाओ जमाना छोड़ देंगे हम, अगर तुम मिल जाओ जमाना छोड़ देंगे हम. अर्थ അറിയാം? अगर तुम मिल जाओ जमाना छोड़ देंगे हम. अगर ഒരു പക്ഷേ तुम मिल जाओ, നീ എനിക്ക് കിട്ടുകയാണെങ്കിൽ ജമാന ചോട് ദേങ്കെ ഹം, എന്റെ ജീവിതം തന്നെ ഞാൻ ഇട്ടിച്ചു പോകും, അല്ലെങ്കിൽ ജീവിതം എനിക്ക് അത്രയും സന്തോഷം. രണ്ടർത്ഥത്തിൽ വരുന്നത്. അഗർ തും മിൽ ജാവോ ജമാന ചോട് ദേങ്കെ ഹം. നല്ല നല്ല വരികളായിരുന്നു 2005 കാലഘട്ടം വരെ അല്ലെ?
जिंदगी बन गई है तू रब से भी ज्यादा तो किसी से प्यार नहीं करना. എന്നതിന്റെ അർത്ഥം ഭയങ്കര അല്ലേ. ഒരിക്കലും ഒരാളെ പ്രണയിക്കരുത്, പ്രണയിച്ചാൽ പണി കിട്ടും എന്നാണ് പറഞ്ഞത്. അതുപോലെ തമിഴിലും ഉണ്ട് ഒരു പാട്ട് ഇങ്ങനെ, കാതൽ പണ്ണാതിങ്കെ കാതലേ പണ്ണാതിങ്കെ പറഞ്ഞിട്ട് കേട്ടണ. കാതലിക്ക ഇങ്ങനെ മറന്നത് എത്രയോ വർഷം മുമ്പുള്ള പാട്ടാണ്, എത്രയോ വർഷം 10-20 വർഷം മുമ്പുള്ള പാട്ടാണ്. അപ്പൊ മക്കളെ, സൗഖ്യമാ കണ്ണാ സൗഖ്യമാ, സൗഖ്യമാ കണ്ണീ സൗഖ്യമാ, സൗഖ്യമാ കണ്ണീ സൗഖ്യം. ഇന്നൊന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. അപ്പൊ ഇങ്ങനെ വന്നു ജസ്റ്റ് ഇങ്ങനെ. ഇപ്പൊ ലൈവ് ഒന്ന് കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടത് എന്റെ ലൈവിൽ ഇല്ലാത്ത 1-2 വീടിനെ കുറിച്ച് പറയാൻ. ഞാൻ വീഡിയോ ചെയ്താണെങ്കിൽ അതൊക്കെ ഞാൻ കൂടി കാണിച്ചു കൊടുക്കും. വീഡിയോ ചെയ്തിട്ട് എന്റെ കസ്റ്റമറെ ഞാൻ വിടില്ലല്ലോ. കസ്റ്റമർ എനിക്ക് മേരാ ജബൂൺ മേരാ ജീവൻ ഹേ, സംജേ, മേരാ ജബൂൺ മേരാ ജിന്ദഗി ഹേ. അതുകൊണ്ട് എന്റെ ഓരോ കസ്റ്റമറും ഞാൻ വീഡിയോ ചെയ്ത് കണ്ടിട്ട് എന്നെ വിളിച്ച് എന്റെ അടുത്തേക്ക് വന്ന कोई भी कस्टमर होने दो, वो मेरा मेहमान है. मेरा कस्टमर मेरा जबून मेरा मेहमान है. അർത്ഥം എന്താ പറയുക, എന്റെ ഓരോ കസ്റ്റമർ എന്നെ വിളിച്ച് എന്റെ ഒപ്പം വരുന്ന, എന്റെ വീഡിയോ കണ്ടിട്ട് ലാൻഡ് എടുക്കാൻ വരുന്ന എന്റെ ഓരോ കസ്റ്റമറും മേരാ മെഹ്മാൻ. മെഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്റെ വിരുന്നുകാരനാണ്. ഓരോ മേരാ മെഹ്മാൻ को मैं कैसा संभालूंगा, मेरा मेहमान को मैं कैसा संभालेगा, ऐसा पूछता है ना. मेरा मेहमान को मैं बहुत अच्छे से संभालेगा, उसको उसका पूरा इज्जत करके उसको मैं लेकर के जाएगा, बाद में घर दिखाएगा, बाद में रिटर्न लाएगा, सब कुछ करते हैं. अगर उसको पसंद है तो उसको मैं घर दिला देगा, है ना. ऐसे ऐसे जिंदगी ऐसी है ना बाबा. जिंदगी तो छोटी है. ये छोटी मोटी जिंदगी में हम गुस्सा क्यों करने का, क्या फायदा है हमको? कुछ फायदा है क्या? आपको कुछ मिलता है? अब मेरा मोहम्मद अली भी है, अपने आप भी आया है. मोहम्मद अली साहब क्या हाल है आपको? सिद्दीक भी है, और कौन है? सलमा भी है अपना. सलमा देख रहा है अपना चैनल. सईद अनस देख रहा है. और क्या हाल है? आज अपना एक हिंदी वाला आया है, जुबैर बाबू का आज पागल हो गया लग रहा है ना. अभी हिंदी में बात कर रहे हैं. क्या यार जुबैर तुम ऐसी, कभी हिंदी बोलता है, कभी तमिल बोलता है, कभी मलयालम बोलता है. तुम पागल है क्या? ऐसा पूछने वाला भी है मुझे. जो पागल है उसको पागल कुत्ता काट देगा, ऐसा भी बोलता है ना. पैत्यमा, उनको पैत्यमा. एक मलयालम में जामजूम. अरे जामजूम अपना कहाँ के जामजूम वाला है? പടപ്പറമ്പ് പെരുന്തൽമണ്ണ റോഡ് സൈഡിൽ ഒരു എന്താണ്, മലയാളം നല്ലോണം പറയട്ടെ. അത് നിങ്ങൾ, ഞാൻ ഹിന്ദി പറഞ്ഞിരുന്നത് മലയാളം എഴുതിയിരിക്കും. ജാംജൂം എടുത്ത ജാംജൂമാണ്. നമ്മളെ ഒരുപാട് സ്ഥലത്ത് ജാംജൂം ഉണ്ടെന്ന്. കേരളത്തിൽ ഫേമസ് ആയൊരു പേരാണ് ജാംജൂം. പടപ്പറമ്പ് പെരുന്തൽമണ്ണ റോഡ് സൈഡിൽ പൂക്കോട്ടൂർ ഭാഗത്ത് സ്ഥലം വിൽപ്പനക്ക് എന്ന് പറയുന്നത്. അപ്പോ 157 ഏക്കറോ എന്താ കുട്ടിയത്, 157 ഏക്കർ. 157 അല്ല, ഒരു പോയിന്റ് അതിന്റെ കിടക്കണ്ടല്ലോ അടിയിൽ. 1.57 സെന്റ് കേൾക്കുന്നത് അങ്ങനെ പറയാം. 157. ആ ഏക്കർ എന്നിടരുത്, കുഴപ്പമില്ല, സെന്റ് നിട്ടാലും മതി. 157 സെന്റ് നിട്ടാലും 1 ഏക്കർ 57 സെന്റ് തന്നെയാണ് കേട്ടോ. മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക, താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ആയിട്ട് മുറിച്ചു കൊടുക്കും, പ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കും. നിങ്ങളെ നമ്പർ ഫേസ്ബുക്ക് തന്നെ കട്ട് ചെയ്തു. വേണം ഫേസ്ബുക്കിന്റെ പ്രത്യേകത. ജാംജൂം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വീഡിയോ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോണ്ടി. നമ്മളിതിന് വീഡിയോ ചെയ്തിട്ടേ കൊടുക്കുമോ. നമ്മൾ മെയിനായിട്ട് വീഡിയോ ചെയ്തിട്ടാണ് നമ്മൾ സെയിലിംഗ് നടത്താറുള്ളത്. വീഡിയോ ചെയ്തത് അങ്ങനെ പോകുന്നുണ്ട്. അത് റിയൽ എസ്റ്റേറ്റ് പൊതുവേ ഡിമ്മുണ്ട് പൊതുവെ, എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചില മാസങ്ങളൊക്കെ കഴിഞ്ഞ നമുക്ക് ഏറ്റവും റെക്കോർഡ് ബിസിനസ് ആയിരുന്നത് ഏത് മാസത്തിലാണ്? എനിക്ക് ജൂലൈ മാസത്തിലാണ്. 10 ലാൻഡാണ് ഞാൻ കച്ചവടം ചെയ്തത്. 10 ഒറ്റ മാസത്തിൽ റെക്കോർഡ്. ഈ വർഷത്തിലെ टॉप मंथ പറഞ്ഞെങ്കിൽ അത് ജൂലൈ മാസമാണ്. अशरा सेल किया है, 10 प्रॉपर्टी सेल किया था. अगस्त में कमती है और नवंबर में भी कमती है. नवंबर में बड़ा एक क्या है. नवंबर में बोले को तो बहुत बड़ा धंधा किया है बेंगलुरु में. और दिसंबर में भी, दिसंबर अभी हो रहा है, दिसंबर में अभी तक नहीं हुआ.
पता नहीं बहुत डाउन चल रहा है यार, रियल एस्टेट बहुत डाउन में चला है। हाँ दिसंबर में एक किया यार मंजेरी में, सॉरी एक मंजेरी में हुआ है नवंबर में। अभी क्या है पता है मालूम है आपको, पैसा अभी आदमी का बिल्कुल बिल्कुल आजकल पैसा नहीं चलता है, बहुत डाउन चल रहा है पैसा। पैसा का ना समझा है, पैसा अभी आजकल रियल एस्टेट में ज्यादा करके कोई डिपॉजिट नहीं करते हैं, सच्ची बोल रहा हूँ मैं, உண்மைதான் சொல்றேன் நான் என்ன புரியுதா உங்களுக்கு? ரியல் எஸ்டேட்ல வந்து யாருமே இன்வெஸ்ட் பண்ண மாட்டாங்க, ஏன்னா தெரிய மாட்டேங்குது. ஏன்னா மக்கள் கையில கேஷ் கிடையாதுப்பா, மக்கள்கிட்ட யாருமே கையில பைசே இல்ல. யார்கிட்ட பைசா கட்டாலும் பைசா இருக்கா இல்ல 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 அப்படிதான் சொல்றாங்க, ஒண்ணுமே புரிய மாட்டேங்குது. நீங்க நினைக்கிறீங்க இந்த பைத்தியக்கார எங்க இருந்து இந்த மாதிரி மொழி கத்துக்கிட்டேன் அப்படி நினைக்கிறீங்களா? தமிழ் நல்லா பேசுறான், ஹிந்தி நல்லா பேசுறான், மலையாளம் நல்லா பேசுறான், எங்க இருந்து இந்த மாதிரி எல்லாம் மொழி கத்துக்கிட்டேன் அப்படி நினைக்கிறீங்களா? நம்ம நினைச்சா அது முடிச்சிருக்கும், புரிஞ்சுது உங்களுக்கு? எனக்கு வந்து தமிழ் படிக்கணும் கத்துக்கணுங்கிற ஆசை வந்துட்டேன்னா நான் வந்து கண்டிப்பா கத்துக்குவேன். யாரு எது சொன்னாலும் தான் இந்த காதல் கேட்டு இந்த காதலை விட்டுடுவேன், புரியுது உங்களுக்கு? அப்படிதான் நம்ம வந்து தமிழ் மொழிக்கு வந்து ஒரு 5000 வருஷம் பழக்கம் இருக்கு, தெரியுதா உங்களுக்கு? அதுக்கு பின்னாடிதான் எல்லா மொழியும் வந்திருக்கு. மலையாளம் மொழிக்கு அந்த அளவுக்கு பழக்கம் கிடையாது. இந்த இந்தியாவிலே ரொம்ப பழக்கல மொழி வந்து அது தமிழ் மட்டும்தான். அதுக்கு பிறகுதான் எல்லா மொழியும் வந்திருக்கு. இந்த தமிழ் மொழி வந்து எல்லா பாஷையிலும் இருக்கு, புரிஞ்சுது உங்களுக்கு? எல்லா பாஷையில வந்து தமிழ் மொழி இருக்கு. அரபி வந்து எத்தனை வருஷம் பழக்கம் இருக்கு தெரியாது, எனக்கு தெரியாது. எப்படி ஒரு 5000-6000 வருஷம் இருக்கும் அப்படின்னு நினைக்கிறேன் அரபி மொழிக்கு வந்து. இங்கிலீஷ் மொழிக்கு எத்தனை வருஷம்? 2000-3000 வருஷம் தான் இருக்கும்னு நினைக்கிறேன். ஆனா நான் நினைக்கிறேன் இந்தியாவிலே ரொம்ப பழக்கம் இருக்கிற மொழி வந்து தமிழ் மொழி தான் நான் நினைக்கிறேன், நம்புறேன். அதுக்கு முன்னாடி சைனீஸ் பாஷை இருக்க எனக்கு தெரியாது, நான் வந்து கத்துக்கிட்டப்பா. எனக்கு ரொம்ப ஆசைதான் இருந்தது. எனக்கு வந்து நான் சின்ன வயசுல ஸ்கூலுக்கு போகும்போது நான் 5வது கிளாஸில் படிக்கும்போது தான் ஹிந்தி மொழி ஸ்டார்ட் பண்றாங்க ஸ்கூல்ல. அன்னைக்கு செவ்வாய்க்கிழமை வியாழக்கிழமை மட்டும்தான் ஹிந்தி கத்துக்குவாங்க, ஹிந்தி சொல்லிக் கொடுப்பாங்க. ஆனா அந்த எழுத்து இருக்குல்ல, அந்த எழுத்து படிக்கிறதுக்கு எனக்கு அதுக்கு முடியல. அன்னைக்கு நான் ஒரு நாளைக்கு எனக்கு ஸ்கூலுக்கு போக முடியல ஹிந்தி. ஆனா எனக்கு ஹிந்தி அதுக்கு மேல ஆசை இருந்தது படிக்கணுங்கிறது. ஆனா ட்ரை பண்ணி என்னால படிக்க முடியல. பரவாயில்ல, 10வது தரத்துல வந்து மார்க் கொஞ்சம் கம்மியா இருந்தது. ஆனா என் மனசுல வந்து அது கரங்கிட்டு இருந்தது, ஹிந்தி எப்படியாவது படிக்கணும். அப்புறம் நான் பாம்பேல போனேன். பாம்பேல போய் ஒரு வருஷம் பாம்பேல கண்டினியூ வேலை செஞ்சேன், படிச்சுட்டப்ப நான். ஆனா பாம்பேல போன முதல் வருஷம் நான் படிக்கலப்பா. முதல் வருஷம் வந்து நான் முதல்ல போனது வந்து ஹிந்திக்காரன் கூட வேலை செய்யறதுக்கு இல்லை. நான் வந்து முதல்ல போனது பெங்களூர் தான். பெங்களூர்ல ஒரு வருஷம் வேலை செஞ்சோம். அங்கிருந்து கொஞ்சம் கொஞ்சமா கன்னடா கத்துக்கிட்டோம். கன்னடா கொஞ்சம் கொஞ்சம் கத்துன பிறகு இந்த மொழி வந்து உலகத்துல எங்கேயும் போக முடியாதுல்ல, இந்த மொழி உலகத்துல எல்லா இடத்துலயும் போக முடியாது அப்படின்னு நினைச்சு நான் வந்து எனக்கு ஹிந்தி கத்துக்கணும் அப்படின்னு நினைச்சுதான் பாம்பேல போனேன். பாம்பேல போன பிறகு ஒரு வருஷம் 1.5 வருஷம் வந்து நான் வந்து தமிழ்காரங்க இருக்காங்க அங்க, தாராவில தமிழ்காரங்க இருக்காங்க, அவங்க கூட தான் வேலை செஞ்சோம். புரிஞ்சுதா உங்களுக்கு? தமிழ்காரங்க கூட வேலை செஞ்சோம். அப்புறம் நான் தமிழ் நல்லா கத்துக்கிட்டேன். எனக்கு பாட்டு ரொம்ப பிடிக்கும், தமிழ் பாட்டு நல்லா பிடிக்கும் எனக்கு. தமிழ் பாட்டு பாடினாலும் எனக்கு அந்த அர்த்தம் புரியும். அந்த அளவுக்கு நான் வந்து தமிழ் கத்துக்கிட்டேன். பிறகு எல்லாரும் என்கிட்ட கேட்பாங்க, நீ வந்து பாம்பேல தானே வேலை செய்யற, உனக்கு ஹிந்தி தெரியாதான் அப்படி கேட்பாங்க என்கிட்ட. அப்ப நான் சொன்னேன், ஆமா நான் பாம்பேல தான் வேலை செய்யறேன், எனக்கு வந்து ஹிந்தி அந்த அளவுக்கு தெரியாது, ஏன்னா என் கூட எல்லாம் தமிழ்காரங்க தான் வேலை செய்யறாங்க, அதனால எனக்கு தமிழ் மட்டும்தான் புரியும் அப்படி சொன்னேன். புரியுது உங்களுக்கு? பிறகு நான் வந்து என்ன செய்ய தெரியுமா, பிறகு வந்து எனக்கு எல்லாருமே கிண்டல் பண்ணுவாங்க,
என்னப்பா நீ போய் சொல்றடா, நீ தமிழ்நாட்டுல தான் வேலை செய்யறான், நீ ஏன் என்ன முட்டாளாக்குறீங்களா, எங்களை முட்டாளாக்குறீங்களா, நீ என்ன 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 நினைச்சிட்டு இருக்கேன் அப்படி சொன்னாங்க. நிறைய என் ஃப்ரெண்ட்ஸ் எல்லாம் என்ன ரொம்ப ரொம்ப கிண்டல் பண்றாங்க. பிறகு எனக்கு வந்து கோவம் வந்துட்டேன். ஏன்னா நான் பொம்பையில் இருக்கிறான், யாரும் நம்பவே மாட்டாங்குது. நான் பொம்பையில் இருந்துட்டு நான் தமிழ் தான் பேசுறேன், ஹிந்தி பேசாம இருக்கிறது எனக்கு கேவலமா போச்சு. பிறகு நான் என்ன பண்ண தெரியுமா, நல்ல சேட்டா இருந்தது என்கிட்ட, நல்ல முதலாளியா இருந்தது. கர்நாடகார முதலாளி ரொம்ப நல்லதா இருந்தாங்க. அவர்கிட்ட என்ன சொன்னேன், ஐயா எனக்கு இங்க வேலையெல்லாம் நல்லதா இருக்கு, ஏன்னா நான் பாம்பேல வந்த பிறகு நிறைய மக்கள் கேட்கறாங்க ஹிந்தி பேச மாட்டாங்க, நீ என்ன ஹிந்தி பேசாம பொம்பையில் இருக்கிறேன், கேவலமா இல்லையா நீ என்ன அப்படி இப்படி திட்டுறாங்க, மக்கள் எல்லாம் கிண்டல் பண்றாங்க, உங்க கம்பெனி இருந்து கொஞ்சம் வேற கம்பெனி போயிட்டு வேலை செய்யலாம் அப்படி கேட்டாங்க. அவர் சொன்னாங்க, சரி உன் இஷ்டம், உன் விருப்பம் அப்படியா தானே, நீ போய் வேலை செய், ஆனா நீ எப்ப வந்தாலும் உனக்கு இங்க ஒரு இடம் இருக்கு அப்படி சொன்னாங்க சேட்டு முதலாளி, கர்நாடகார முதலாளி. அப்புறம் நான் ஹிந்திக்காரங்களை ஒரு மராட்டிக்காரன் கம்பெனி வேலை செய்யலாம் பம்பையில் தானே, பம்பையில் வந்து தாராவிலி, புரியுது உங்களுக்கு, பம்பையில் தாராவிலி மராட்டிக்காரன் கம்பெனியில் வேலை செஞ்சோம். அப்புறம் நேரம் அங்கே வந்து ஃபுல்லு யூபிக்காரங்களும் பீகார் மத்திய பிரதேஷ் அந்த இடத்துல மக்கள் தான் வேலை செய்கிறாங்க, ஃபுல்லு ஹிந்திக்காரங்கள். ஒரு ஆள் வந்து தமிழ்காரங்கள் இருந்தாங்க. ஆனால் அது எனக்கு ஒரு உதவி பண்ணுறதுக்கு நல்லதாக போச்சு. ஏன்னா எனக்கு கொஞ்சம் கூட ஹிந்தி பேச தெரியாம தான் அங்கே போனேன் நான், புரியுது உங்களுக்கு. ஆனால் அப்போ தமிழ்காரன் இருந்தாலும் எனக்கு கொஞ்சம் கொஞ்சம் தமிழ்காரன்ட்டு ஃப்ரெண்ட்ஸ், தமிழ்காரன் தானே ஃப்ரெண்ட்ஸ் ஆயிடுச்சு. பிறகு ஹிந்திக்காரனும் நானும் ஃப்ரெண்ட்ஸ் ஆயிடுச்சு. தமிழ்காரனு கொஞ்சம் கொஞ்சம் தான் அந்த டைமில் ஹிந்தி புரியும், ஜாஸ்தி அவனு ஹிந்தி புரிய மாட்டேங்குது. பிறகு நான் போனேன், நான் வந்து எனக்கு தான் ஆசை தான் இருந்தது இல்லை, ஹிந்தி படிக்கணும் தான் ஆசை இருந்ததுனால தான் வந்து ஹிந்தி படிச்சுட்டேன். ஒரு வருஷம் அங்கே இருந்தது. ஹிந்தியில் வந்து ஏன் ரிஸ்க் தெரியுமா, ஹிந்தியில் வந்து ஆம்பளை கிட்ட பேசுறதும் பெம்பளை கிட்ட பேசுறதும் ரெண்டா தான் இருக்குது. ஏன்னு தெரியுமா, அதே மாதிரி தமிழ்ல கிடையாது, மலையாளத்தில் கிடையாது, கன்னடத்தில் கிடையாது. ஏன்னா ஹிந்தியில் வந்து ஆண்களுக்கும் பெண்களுக்கும் வேற மாதிரி பேசணும், அதுதான் கொஞ்சம் ரிஸ்கா இருந்தது எனக்கு. அப்புறம் அதுவும் படிச்சுட்டு இருந்தாங்க. ஏன்னா படிக்கணும்ங்கிறத ஆசை வந்துட்டு நம்ம விடக்கூடாது. எனக்கு இந்த டிரைவிங் கத்திக்கணுங்கிற ஆசை இருக்குல்ல, அந்த ஆசை இருந்தா அதை கத்திக்கணும். என்ன பிரச்சனை இருந்தாலும் நம்ம கத்திப்பணும், படிச்சிருக்கணும். புரியுது உங்கள்கிட்ட? अब हिंदी में बोलो, अदावद मैं क्या बोला मालूम है आपको, हमको कुछ भाषा सीखना है तो हम जरूर सीखना है, समझा। भाषा अगर आपको हिंदी पढ़ने के लिए आपको दिल है तो वो जरूर सीखना ही सीखना, वो उसके लिए कोई मतलब प्रॉब्लम है तो भी छोड़ना नहीं। वैसी अभी समझो हमको हम यहाँ से कालीकट में जाना है, हमारा दिल है कालीकट में जाना है, नहीं तो बॉम्बे जाना है, नहीं तो दिल्ली जाना है, हमको दिल है दिल्ली जाना है, मगर दिल में है दिल्ली जाना है, मगर उसके लिए प्रॉब्लम क्या है, मेरा कोई रिश्तेदार नहीं, कोई दोस्त नहीं, मैं अकेले जाना। तुमको अकेले जाना है तो अकेले जाओ ना, कौन मना कर रहा है आपको, कोई मना करेगा? कोई भी नहीं मना करेगा। जाना है तो जा सकता है। जाते टाइम है ना आपको कोई भी तकलीफ तो ज्यादा ही रहेगा, तकलीफ आपको रहेगी ही रहेगा। अभी समझो हम गाड़ी में जा रहे हैं, अभी मैं आपसे कौन से मतलब गाड़ी में बैठ के तो बात कर रहा हूँ ना, ये बात करते टाइम गाड़ी में जा रहे हैं, है ना, जाते टाइम है ना रोड पर कोई पेड़ गिरा है, अभी तूफान वगैरह आके बारिश होकर के एक पेड़ गिर गया, समझा, वो पेड़ को जैसे हमारा गाड़ी रुक गया, नहीं तो इलेक्ट्रिक पोस्ट गिर गया, समझा, रोड पे कोई गाड़ी आकर के पोस्टर पे टंग मारा तो पोस्ट गिर जाएगा ना रोड पर, तो हम क्या कर सकते हैं, हमको कालीकट में जाना है, नहीं तो हम दिल्ली जाना है, तो जाना हम मना करेगा, रिटर्न करेगा, वापस करेगा, हमको तो जाना पक्का है, जरूर उधर जाना है, पूछना है, 1 घंटा बोलेगा तो 1 बजे बोले तो 1 बजे हमको जाना है, हम छोड़ देगा, रिटर्न आएगा, नहीं आएगा, पूछेगा भाई ये कितना टाइम में होगा, आधा घंटे में आएगा, हाँ भाई आधा 15 मिनट में यहाँ हो जाएगा, ठीक है, हम 15 मिनट सब्र करेगा, अगर 15 मिनट में भी वो नहीं हुआ हम गाड़ी रिटर्न घुमा के दूसरा रास्ते पे जाएगी कि नहीं जाएगा। यही होना चाहिए, हमको जाना है तो दिल में रख लिया तो पक्का जाना है, रिटर्न नहीं, पीछे मोड़ने का ही नहीं है, पीछे देखना ही नहीं है, समझे। हम आगे जाना है तो रास्ता पे आगे जाते ही जाएगा, जिंदगी ऐसी है भाई। हम कोई अच्छा काम करेगा ना, कोई भी अच्छा काम करते टाइम, नहीं तो कोई किसी को मदद करते टाइम, अभी समझो कोई गरीब आदमी आपका पास आया, गरीब आदमी से आप बोलता है 100 रुपए देने के लिए, आपका दिल कह रहा है भाई वो गरीब को आप 100 रुपए दे दो,
तो आपका बीबी देख लिया पीछे से, बीबी थोड़ा कंजूस है तो बीबी बोले 100 रुपए दे रहे, क्या को 100 रुपए दे रहे, 100 रुपए नहीं देने का, 50 रुपए दे दो, उधर दूसरा पैसा का भी जरूरत है, मगर आपका दिल कह रहा है 100 रुपए देने का। वो आपका दिल में कौन बोला 100 रुपए देने के लिए? आपका दिल में ऊपर वाला बोलो भाई वो गरीब आदमी है, वो मिस्कीन आदमी है, उसको 100 रुपए देना करके कौन बोला आपको? ऊपर वाला बोला। तो ऊपर वाला बोला, आपने रुकाया, आपका बीबी का बात सुन के आपने 50 रुपए दिया, सही बात है नहीं? तो क्या होएगा बाद में? क्या होएगा बाद में? आपको देने वाला भी ऊपर वाला है, लेने वाला भी ऊपर वाला है। ऊपर वाला देते टाइम भर भर के देता है आपको, है ना? ऐसे ऐसे भर भर के देता है। आप मालूम नहीं, मैं जब बोला आपको समझ रहा है कि नहीं? कोई आदमी को लॉटरी मिलता है ना, वो कितना करता है? 500 रुपया। वो 500 रुपया जमा करते टाइम उसको 12 करोड़ 25 करोड़ उतना मिलता है कि नहीं? देता कौन? देता है कौन? ऊपर वाला। वही ऊपर वाला, वही आदमी इसको बाद में बोलेगा भाई उसको 25 करोड़ उसको मैं दिया है। एक गरीब को बोलेगा भाई एक आदमी को मैं 25 करोड़ लॉटरी को जैसे दिलवाया है, आप उससे पूछ के 1000 रुपए 2000 रुपए पूरे ले लो। तो 25 करोड़ मिलने वाला आदमी क्या बोलेगा? तब तक उसका पास दो आदमी इधर 2 आदमी इधर सिक्योरिटी बन गया होगा, है ना? सही बात है कि नहीं? तब बोलेगा भाई आज सेट इधर नहीं, उसको आपको मिलना है तो आप एडमिशन ले लो, ऐसा बोलेगा, है ना? आजकल ऐसे चलता है भाई। तो ऊपर वाला क्या सोचेगा? ये 25 करोड़ दिया, कौन दिया? ऊपर वाला दिया। वो 25 करोड़ से उसको 25 रुपए भी उसका हाथ में नहीं होगा। देते टाइम ऊपर वाला भर भर के देता है आपको, है ना? ऐसे ऐसे देता है, मगर लेते टाइम जो है ना ऐसा छीनता है, ऐसा लेते टाइम चप्पल उतार के लेता है। समझे आपको? മലയാളത്തിൽ പറയട്ടെ, മലയാളികൾ ഉണ്ടാവുമല്ലോ. അതായത് ദൈവം തമ്പുരാന് തരുന്ന സമയത്ത്, മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കൂരി തരുന്ന സമയത്ത് ഒന്നായിട്ട് വാരിക്കൂരി ഒന്നിച്ചു തരും. വലിയ സംഖ്യകളായിട്ട് കോടികളായിട്ട് പ്രതീക്ഷിക്കാത്ത സംഖ്യകൾ തരും. അത് വാങ്ങുന്ന സമയത്ത് ചെരുപ്പ് പോലും ഇടാനുണ്ടാവില്ല എന്നാ പറയണത്. ചെപ്പലുത്താർക്ക് ലേഖാന്ന് പറയാം. ചെരുപ്പ് പോലും നിന്റെ അടുത്ത് അത് ഇടാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ ആക്കിയിട്ടേ ऊपर वाला रुकता है. ऊपर वाले का काम है, ऊपर वाले का कर्म भी ऐसे है. അപ്പൊ ഇന്നിപ്പോ ഹിന്ദി, തമിഴ്, മലയാളം എന്തൊക്കെയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ചീത്തറുണ്ടായാലും ഞാൻ നോക്കുന്നുണ്ട്. കമന്റ് കാണില്ലേ? കമന്റ് കാണേ വായിക്കാം. നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്തി ചങ്ങന്മാരെ. കമന്റ് ഓഫായി കിടക്കാം. ആരെയൊക്കെ എഴുതുണ്ടാവും അല്ലേ? എഴുതുന്നില്ല, ആരും എഴുതുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല. जो लिखता है तमिल में भी लिखो, मलयालम में भी लिखो, कन्नड़ में भी लिखो, कोई मुश्किल नहीं है, पढ़ता है भाई. புரிஞ்சுதா உங்களுக்கு? நீங்க கமெண்ட் எழுதணும்னா, நான் பேசுறது உங்களுக்கு பிடிச்சிருந்தேன்னா ஒரு லைக் பண்ணுங்க. கமெண்ட்ல எது வேணாலும் எழுதுங்க. உங்களுக்கு விருப்பம் இருந்தேன்னா ஜுபேர் பாப்பா உங்களை எனக்கு பிடிச்சிருக்கு அப்படி சொல்லுங்க. ஆனா என்ன உங்களுக்கு ஏதாவது உங்களுக்கு பொருள் வேணும்னா, இடம் வேணும்னா, வீடு வேணுமா, உங்களுக்கு எது வேணும்? கேரளாவில் வந்து நிறைய பேர் என்கிட்ட கூப்பிடுறாங்க. ஒரு தமிழ்காரி பொண்ணு வந்து நம்ம கேரளாவில் மேலாட்டூர் வந்து ஒரு வீடு எடுத்துருக்காங்க. அது மாதிரி வந்து நம்ம கூடலூர்ல இருந்து தமிழ்காரங்க வர்றாங்க, நிறைய பேர் வர்றாங்க, வீடு எடுக்கிறாங்க, பாக்குறாங்க, போறாங்க. எப்படி உங்களுக்கு ஏதாவது 10 லட்சம் 5 லட்சம் அந்த மாதிரி எல்லாம் கேரளாவில் வீடு வேணும்னா என் நம்பர் கூப்பிடுங்க. நம்பர் வேணுமா உங்களுக்கு? 9562746717 9562746719 ஒரு நம்பர் தான் வித்தியாசம் இருக்கு. அப்பே சரியா? அஷ்ரஃப் டிபி யார் யார் இருக்காங்க ஒன்றும் புரிய மாட்டேங்குது. മലയാളത്തിൽ എഴുതിക്കോളും, തമിഴിൽ എഴുതിക്കോളും, ഹിന്ദിയിൽ എഴുതിക്കോളും, ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ഭാഷയിൽ എഴുതിയാലും ഞാൻ റിപ്ലൈ തരും. ഇംഗ്ലീഷിൽ എഴുതങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. സകല കലാവല്ലഭനെ. ഒരു മനുഷ്യന് ലോകത്ത് ആരെ മുന്നിൽ മുട്ട കുത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ അവനെ മിനിമം 5 ഭാഷ പഠിക്കണം, 3 കഴുത്തോലും പഠിക്കണം. 5 ഇല്ലെങ്കിൽ ഒരു 3 ഭാഷയും 3 കഴുത്തോലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരാളുടെ മുന്നിലും അവൻ മുട്ടുമടക്കില്ല. ഇത് ഞാൻ തമിഴിലൊന്ന് പറഞ്ഞുതരാം, ഹിന്ദിയിലും പറഞ്ഞുതരാം. एक आदमी मतलब
कोई भी कहीं भी जाओ उधर नहीं फंसना है तो, अगर हटना है तो, नहीं तो मुश्किल में नहीं पड़ना है तो। 3 भाषा भी पढ़ना होगा, 3 काम भी सीखना होगा. समझे? நீ தமிழில் பாருங்க. ஒரு ஆள் வந்து நம்ம உலகத்தில் எங்கே வேணாலும் போகலாம். புரிஞ்சுதா உங்களுக்கு? உலகத்தில் எங்கே வேணாலும் போகலாம். ஆனால் அவனை வந்து 3 மொழி படிக்கணும். அது மாதிரி வந்து 3 தொழில் படிக்கணும். அந்த மாதிரி ஆள் வந்து யாராலே ஒன்றுமே பண்ண முடியாது. புரிஞ்சுதா உங்களுக்கு? ஒரு ஆள் வந்து 3 பாஷா 3 தொழில் இந்த மாதிரி படிச்சாங்கன்னா யாராலும் அவனை ஒன்றும் பண்ண முடியாது. அவன் எங்கேயும் வந்து அவனுக்கு வந்து ஒரு பிரச்சனையும் வராது. ஏன்னா வந்து ஸ்ட்ராங்காக இருக்கும். யாருடான்னு கேட்டான், நான்டா என்ன வேணும்டா அப்படி கேட்பாங்க. யாருடா? நான்டா என்ன வேணும் எனக்கு, என்னடா அப்படி கேட்பான். இதுக்கு வந்து படிக்கணும். நம்ம வந்து எம்ஜிஆர் சொல்லுவாங்க, எம்ஜிஆர்ல ஒரு பாட்டு இருக்கு தெரியுமா? அந்த பாட்டு உங்களுக்கு எனக்கு ரொம்ப பிடிக்கும். அந்த பாட்டு எப்படி தெரியுமா? தூங்காதே தம்பி தூங்காதே, சோம்பேறி என்ற பேரு வாங்காதே தம்பி வாங்காதே. அந்த பாட்டு அர்த்தம் எப்படி இருக்குப்பா, சமக்குறாங்க இல்ல? அந்த அர்த்தம் எனக்கு ரொம்ப பிடிக்கும். ஏன்னா தூங்காதே தம்பி தூங்காதே, நீ தம்பி நீனோடு மலையாளத்துல, சரி தமிழ்ல சொல்றேன், உங்களுக்கு எல்லாம் நிறைய பேருக்கு தமிழ் தெரியும் இல்லையா? தூங்காதே தம்பி தூங்காதே. ஒரு தம்பி கிட்ட சொல்றான், தம்பி நீ தூங்காதடா, நீ வேலை செய், நீ உழைப்பு, நீ வந்து வேலை செஞ்சு முன்னேறணும், நீ தூங்காதடா. நீ தூங்கிட்டேன்னா அந்த உலகமே தூங்கும். சோம்பேறி பயிரு அம்மா ஒண்ணுக்குமே ஆகாது அந்த மாதிரி பயிரு அப்படி சொல்லாத. சோம்பேறி என்ற பேர் மட்டும் ஆகாது. அவனை வந்து ஒண்ணுக்குமே ஆகாது, அவன் ஒன்னும் செய்யாதவனு அந்த மாதிரி ஆளு, அவனை எதுக்காக வேஸ்ட்பா அந்த மாதிரி சொல்லுவாங்கல்ல, அந்த பேர் வாங்காதே. தூங்காதே தம்பி தூங்காதே, சோம்பேறி என்ற பேர் வாங்காதே. இந்த பாட்டு ஒரு தடவை வந்து யூடியூப்ல சர்ச் பண்ணி பாருங்க. எம்ஜிஆர் ஹிட் சாங் தூங்காதே தம்பி தூங்காதே, சோம்பேறி என்ற பேர் வாங்காதே. அந்த மாதிரி நிறைய பாட்டு இருக்காங்க எம்ஜிஆர் கிட்ட. மக்களே நிறைய பேர் இருக்காங்க, தமிழ்காரங்க நிறைய பேர் இருக்காங்கன்னு நினைக்கிறேன். அது மாதிரி வந்து என் ஹிந்திக்காரங்க நிறைய பேர் இருக்காங்க, என் ஃப்ரெண்ட்ஸ் வந்து கேரளாக்காரங்க நிறைய பேர் இருக்காங்க. எல்லாருக்கும் இந்த மாதிரி ஒரு வீடியோ, இது முதல் டைம் தான் வந்த சுபேர்வாப்பு இந்த மாதிரி லைவ்ல வந்திருக்கு. 3 லாங்குவேஜில் பேசுறாங்களா, அதான் பேசுவேன். வந்து என்கிட்ட வந்து நான் வந்து தமிழ் பேசும்போது, நம்ம ஊர்ல வந்து நான் தமிழ் பேசுவேன். தமிழ்கார பார்த்தா வந்து தமிழ் பேசுவேன். அப்ப என்கிட்ட கேட்பாங்க, நீங்க நிஜமாவா, உண்மையில நீங்க கேரளாவா இல்ல தமிழா அப்படி கேட்பாங்க என்கிட்ட. உண்மையில சொல்றேன், நான் வந்து நிறைய பேர் என்கிட்ட கேட்டிருக்கேன், நீங்க கேரளாவா இல்ல தமிழா? இல்லப்பா நீங்க வந்து தமிழ் தானே, அழகா பேசுறேனே தமிழ், வந்து கேரளா இல்ல, நம்பவே முடியாது அந்த அளவுக்கு பேசுறாங்க. இப்போ எந்த அளவுக்கு எங்கிருந்து இந்த மாதிரி கத்துக்கிட்டேன் அப்படி கேட்பாங்க. நம்ம வந்து ஒரு மொழி படிக்கும் போது நம்ம சிம்பிளா படிக்கணும், டஃபா படிக்கக்கூடாது. நான் அங்கே போய் இங்கே வந்து அந்த மாதிரி பேசக்கூடாது. அங்க போய் இங்க வந்தாங்க எப்படி ஒரு நைஸா கத்துக்கும் போது ஒரு டைட்டில் டஃபா இருக்கக்கூடாது. உங்க பேரு என்ன அப்படி எல்லாம் பேசக்கூடாது. உங்க பேர் என்ன அந்த மாதிரி தான் பேசணும். நீங்க வந்து மலையாளம் படிக்கும் போதும் அப்படிதான், நீங்களே பேரு எந்தா அப்படி கேட்கக்கூடாது. உங்க பேர் என்ன சிம்பிளா படிக்கும் போதே அப்படி படிக்கணும். நான் அந்த மாதிரி தான். புரியுது உங்களுக்கு? நம்ம हिंदी படிக்கும் போதும் तुम्हारा नाम क्या है ऐसे नहीं पूछने का, ऐसा नहीं बोलने का, ये गलत है. तुम्हारा नाम क्या है सिंपला இருக்கணும், सिंपला பேசுவாங்க. புரியுது உங்களுக்கு? आपका आप अभी किधर जा रहा है वो सब लिखने वाला हिंदी है, बोलने वाला हिंदी अलग होता है. तुम किधर जा रहा है, मेरा नाम जुबैर बापू है, ऐसा नहीं बोलने का. मेरा नाम जुबैर बापू है. बस सिंपल, जैसे हम बोलते हैं ना,
एक टफ होना चाहिए, बात जो बोलते टाइम है ना वो पकड़ नहीं पाएगा। हम बॉम्बे में जब भी रहता है ना उस वक्त चंबूर बीटी जैसे दादर वगैरह उधर सब काम पर जाते हैं, काम ढूंढ कर जाते हैं कभी कभी, क्योंकि यहाँ 10 रुपए स्टार्ट, हम स्टार्ट सिलाई करते हैं, हम सिलाई का कार्य करते हैं बॉम्बे में। सिलाई कार्य करते टाइम कभी कभी उधर सीजन बन जाते हैं, कभी कभी उस वक्त जो है ना एक दुकान छोड़ के दूसरा दुकान में जाते हैं, क्योंकि यहाँ 10 रुपये उधर 15 रुपये मिलता है करके सुनकर हम ढूंढ के जाते हैं दुकान पर। तो मुझे चेहरे देख के ना लोग बोलेगा तुम केरला वाला है, तुम मलबारी है, तुम मलयाली है, ऐसा पूछता है बॉम्बे वाला। मलबारी मतलब केरला वाला का चेहरे देखे ना उसमें छापा लिखता है, छापा छापता है, मालूम है वो केरला वाला है, वो मलबारी है, पकड़ता है वो लोग। तो बोले हम मलबारी है, तो हम हिंदी बोलना शुरू करेगा तो अरे यार तुम मलबारी बहुत अच्छे से हिंदी बात करता है, बहुत अच्छे से हिंदी बात करते हैं, ऐसा बोलता है मुझे। हमें वाले सेट में ज्यादा हिंदी नहीं आता है, मुझे थोड़ा थोड़ा आता है। नहीं यार तुम्हारा मलबारी लोग इतना भी नहीं आता है, तुम कितना साल हो गया सेट में? ज्यादा नहीं, 6 महीना बस। 6 महीने में इतना हिंदी सीखा? 6 महीने में इतनी हिंदी सीखा तुम? अरे यार बहुत अच्छा है, वो भी क्वालिटी हिंदी, ऐसे बोलते हैं। क्योंकि है ना हम सीखते टाइम, पढ़ते टाइम जो है ना वो जो भी पढ़ता है वो हम अच्छे आदमी से, गुरु है ना, गुरु अच्छा होगा तो शिष्य भी बहुत अच्छा होगा, अच्छा बन जाएगा। हम कोई भी स्कूल में जो पढ़ता है ना वो स्कूल से हमको बहुत अच्छे से जानकारी मिलता है ना, हम अपना जिंदगी में वो जानकारी की वजह से हम चलता है। हम नॉलेज वाला आदमी से, हम नॉलेज कमती में पढ़ाई किया, हमारे जिंदगी में वैसे चलता है। हम आपको बोला है ना, जब भी हम सिलाई का दुकान में, सिलाई का कारखाने में जब भी सिलाई का हिंदी सीखने के लिए गया, तब अभी वहाँ यूपी वाला ज्यादा है, बिहार वाला है, मध्य प्रदेश वाला है, दिल्ली वाला, सब कुछ था। वो लोग का हिंदी क्वालिटी होता है, बहुत अच्छे से हिंदी बात करता। तो लोग गचड़ा हिंदी नहीं है, गजरे मोहब्बत वाले अखियों में ऐसा डाला, बहुत अच्छा गाना है हिंदी में। कभी कभी मेरा दिल जो है ना अपना मुंबई देश में जाता है, कभी कभी मेरा एक ऐसे, हमारा ये दिल जो है ना, हमारा एक मन जो है ना, कितना सेकंड में कितना दूर पहुंच जाता है, समझो। अभी हम मुंबई सोच लिया, मुंबई का उधर हमारा दिल होगा। अभी हम अभी सऊदी अरब नहीं तो हम बेंगलुरु में था, बेंगलुरु का दुकान का अंदर वो कारखाना किधर था, वो मेरा सिलाई का दुकान किधर था, मेरा सिलाई किधर था, सब हमारा दिल में होगा, नहीं तो मन में होगा। अभी मैं नजर आ रहा है मुझे, है ना, कितना साल भी हो, अपना मोबाइल में भी उतना पावर नहीं होगा मेमोरी का। वो ये मोबाइल का मेमोरी से भी ज्यादा पावर है अपना दिल का मेमोरी, है ना। नहीं तो हमारा किसका मेमोरी किधर होता है, हमारा इंसान का मेमोरी किधर होता है पता नहीं। कोई बोलते हैं सर का अंदर है पता नहीं सर का अंदर मेमोरी पावर है, मालूम नहीं भाई, अभी तक किसी को नहीं मालूम है। अपना जो सोच पूरा कितना मतलब डाउनलोड किधर करता है इंसान, जो भी बोलते हैं हाँ ये मेरा चाचा है यार, वो चाचा को देख के मैं 15 साल हो गया, 15 साल का पहले का जो सोच अपना सर का अंदर है क्या, नहीं तो दिल का अंदर है, किधर है, किधर छुपाता है पता है? बोलते मां நம்ம யோசிக்கிறாங்கல்ல, நம்ம சிந்தனை வந்து எங்க இருக்கிறோம், நம்ம தலைக்குள்ள இல்ல இங்கயா சொல்லுங்க, யாருக்கா தெரியுமா? നിങ്ങൾക്ക് അറിയോ? മലയാളത്തിൽ ചെയ്യുക ഞാൻ, നമ്മൾ ഓരോ ചിന്തകളുണ്ടല്ലോ. 15 വർഷം മുമ്പ് ഞാൻ എൻ്റെ അമ്മായിൻ്റെ മോനെ കണ്ടതാണ്, 20 വർഷം മുമ്പ് ഞാൻ എൻ്റെ ചാച്ചനെ കണ്ടതാണ്. ഇത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മളെ തലൻ്റെ ഉള്ളിലാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ? തലൻ്റെ ഉള്ളിലാണെന്ന് ആർക്കെങ്കിലും അതിനെന്തെങ്കിലും തെളിവുണ്ടോ? നമ്മൾ പറയും ഇങ്ങനെ, നമ്മളിങ്ങനെ പൊട്ടും, ഇവിടെ നിന്നാണ് വരുന്നത് തോന്നുന്നു നമുക്ക്, ആണോ ഇവിടെ തന്നെയാണോ? മനുഷ്യന്റെ മെമ്മറി എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്? തലച്ചോറിലാണോ അത് സ്റ്റോർ ചെയ്യുന്നത്? എന്താ തെളിവ്? ആണോ? ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ ആ കെട്ടിനുള്ളിലാണ് നമ്മളെ തലച്ചോറൊക്കെ. എങ്ങനെ നിങ്ങൾക്ക് അറിയിച്ചാൽ നമ്മളെ ഉറുമാൻ പഴം പോലെയാണ് നമ്മുടെ തലച്ചോറിന്റെ സിസ്റ്റങ്ങളൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യണത്? അറിയില്ല. എന്തായാലും മക്കളെ, കുറേ നേരമായി നിങ്ങളെൻ്റെ സംസാരം കേട്ട് നിൽക്കുന്നത്, കുറേ നേരമായി. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും നിങ്ങളുമായി സംസാരിക്കാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കുറേ ആൾക്കാർ ലൈവിൽ വന്നു, അർജന്റ് ആൾക്കാരൊക്കെ പോയി. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി കടപ്പാടുണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
हमारा जिंदगी, हमारा दुनिया, हमारा जो भी सोच जो है ना, हम जिधर हमारा सोच किधर इसका अंदर होता है क्या? दिल का अंदर होता है। दिल किधर होता है? दिल बड़ा है। सात समुंदर पार गया तो। अपना रियल एस्टेट चैनल का अंदर अभी मैं आधा घंटा हो गया आप लोग से अभी बात करके, बहुत अच्छा लग रहा है मुझे। हनीफा भाई भी है, अभी आया है। जाबिर भाई भी है, बहुत आदमी लोग हैं अपना अभी लाइव देख रहा है। सभी दोस्तों को बहुत बहुत धन्यवाद कह रहा हूं मैं। सभी लोग भी, सबको अच्छा दिन, शुभ रात्रि कह रहा हूं मैं। सबको अच्छी शुभ रात्रि कह रहा हूं। और क्या ले, और कुछ बोलना है कि कोई कमेंट भी नहीं लिखता है, कोई कुछ नहीं मारता है। लाइक नहीं चाहिए मुझे, लाइक कोई देने की जरूरत नहीं। अगर मेरा बात आपको पसंद है तो ना പേசுறது உங்களுக்கு പിടിച്ചാണ്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, मुझे കമന്റ് में लिख देना। നിങ്ങൾ വന്ന് കമന്റിൽ എഴുതുക, നിങ്ങൾ കമന്റിൽ എഴുതും. ഈ 3 ഭാഷ എത്ര പെട്ടെന്നാണ് നമ്മളെ മെമ്മറി ട്രാൻസ്ഫർ ചെയ്തത് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്കും, തമിഴിൽ നിന്ന് പിന്നെ മലയാളത്തിലേക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം നമുക്ക് വളരെ കുറവല്ലേ മനുഷ്യന്? എത്ര പെട്ടെന്നില്ലേ ഇത്. നമുക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മളെ മനുഷ്യന്റെ കഴിവ് എന്നുള്ളത്. നമുക്ക് നമ്മുടെ ചിന്താശക്തി നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ഭയങ്കരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു ഭാഷയിൽ നിന്ന് മറ്റേ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്യാനുള്ള കഴിവ്, അത് അപാരല്ലേ? അത് എല്ലാവർക്കും ഉണ്ടോ? കഴിവ് ഉണ്ടോ? എല്ലാവർക്കും ഒന്നുമില്ല. ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടോ എന്ന് കരുതാൻ നിങ്ങള്? ഒരു ഹിന്ദിയും തമിഴും കന്നഡയൊക്കെ അതുപോലെ 4-5 ഭാഷ ഒരുപോലെ. ഞാനിത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ബോംബെ പോകുന്ന സമയത്ത്, ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഞാൻ DRSR കമ്പനി ഉണ്ട് ബാംഗ്ലൂരിൽ, DRSR കമ്പനി. അതിപ്പോഴും ഉണ്ട് കേട്ടോ. അതിന്റെ ഓണർ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മകന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. ഓണർ പേര് ഞാൻ മറന്നു. മലയാളിയാണ് അവര്, പട്ടാമ്പിക്കാരായിരുന്നു. ബാംഗ്ലൂരിൽ അവർ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിജയനഗറിൽ. അവിടുത്തെ മാനേജർ സുരേഷ് എന്നെ വിളിക്കാറുണ്ട്. പടത്തിന്റെ വീഡിയോ ഏതോ അദ്ദേഹത്തിന്റെ കയ്യിലെത്തി, ഇത് നമ്മുടെ സുബൈർ ബാപ്പു അല്ലേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പൊ എടാ നിനക്ക് എന്നെ അറിയോ, നമ്മൾ ബാംഗ്ലൂർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്താണെന്ന് പറഞ്ഞിട്ട് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഭായിന്റെ. ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഇനി സുരേഷിനായിട്ട് വിളിക്കും. അവിടെ പോകണമെന്നുണ്ട്. 98 അവിടെ പോയതായിരുന്നു. വർഷങ്ങൾ കുറേയായി. അവരുടെ ലൈഫ് ഞാനും കല്യാണം കഴിച്ചിട്ടുണ്ടിരുന്നില്ല, അവരും കല്യാണം കഴിച്ചിട്ടുണ്ടിരുന്നില്ല. ആ കാലത്ത് പോയതാണ്. അപ്പോൾ ഇപ്പൊ അവിടെ സെറ്റിലായി. പിന്നെ മലയാളി, അവിടുത്തെ ബാംഗ്ലൂർ മലയാളിയും തന്നെ കല്യാണം കഴിച്ച് പിന്നെ ആ ഒരു കുട്ടിയുള്ളൂ. അവരൊക്കെ നല്ല ലൈഫിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്ത് പിന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛന്, സിദ്ധാർത്ഥ എന്ന ആളുടെ അച്ഛന് 9 ഭാഷ സംസാരിച്ചിരുന്നു. 9 ഭാഷ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്ഭുതം തോന്നുന്നു നമുക്ക്. കാരണം ഞങ്ങൾ മലയാളികളുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ പിന്നെ ഒത്തിരി പേരുണ്ടോ മലയാളികള്, കർണാടകക്കാര്, ആന്ധ്രക്കാര്, UP-ക്കാര്, ഇങ്ങനെ ഉറുദു സംസാരിക്കുന്ന ആൾക്കാര്. ഇങ്ങനെ ഇദ്ദേഹം 9 ഭാഷ അദ്ദേഹത്തിന്. ഇംഗ്ലീഷൊക്കെ അനായാസം കൈകാര്യം ചെയ്യുകയാണ്. മറാഠി, ഗുജറാത്തി, ഇങ്ങനെ ഒരുപാട് ഭാഷകൾ അദ്ദേഹത്തോടെ. എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു കഴിവ് അത്! അസാധ്യ കഴിവ്, അത്ഭുതം തോന്നി നമുക്ക്. ഇതെങ്ങനെ ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് എനിക്ക് തോന്നി ഇദ്ദേഹം 9 ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 3 ഭാഷയെങ്കിലും, നമ്മള് 9-ന് 3 ഭാഷ സുഖമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ഭയങ്കര ആശിച്ചിരുന്നു. ഞാൻ സത്യം പറയാലോ, അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം. 3 ഭാഷ അനായാസം. മലയാളം അടക്കുന്നേ പറയും കേട്ടോ. മലയാളം ഉൾപ്പെടെ 3 ഭാഷ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് അനായാസമായിട്ട്, തമിഴും ഹിന്ദി 3 ഭാഷ, മലയാളം കൂടാതെ തന്നെ 3 അറിയും. കാരണം ഹിന്ദി, തമിഴ്, അതുപോലെ ഉറുദു, ഇത് 3 എനിക്ക് അനായാസം ക്ലിയർ ആയിട്ട് ഞാൻ സംസാരിക്കും. അതൊരു ഭാഗ്യം പോലെയാണ്. കാരണം അത് നമ്മളൊരു മനസ്സിലൊരു ചിന്തയാണ്. ഞാനത് പഠിക്കണം എന്നൊരു ചിന്ത വന്നല്ലോ നമുക്ക്. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വളരും. എന്റെ കൂടെ നമ്മളെ തച്ചങ്കോട്, വാണിമല തച്ചങ്കോട് അബ്ദുറഹ്മാൻ എന്ന് പറയും. അബ്ദുറ എന്ന് പറയും, റഹ്മാൻ എന്ന് പറയും. ഞങ്ങൾ റഹ്മാൻക്കാന്ന് പറയും ബാംഗ്ലൂർക്കാര്. പക്ഷെ ഇവിടെ തച്ചങ്കോടൊക്കെ അദ്ദേഹത്തിന് അബ്ദുറ എന്ന് പറയും. ഇപ്പൊ ടൈലർ ഷോപ്പ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം തമിഴ് എഴുതും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. അതൊന്നും എല്ലാവർക്കും കഴിയില്ല. മലയാളം കൂടാതെ തമിഴ് പത്രം കൂളായിട്ട് വായിക്കുകയാണ്. അങ്ങനെ ആൾക്കാരുണ്ട്. അതൊക്കെ എന്താ പറയുക, എനിക്ക് കഴിവില്ല. പക്ഷെ നമ്മൾ കരുതും നമ്മളാണ് ഏറ്റവും വലിയ കഴിവില്ല ആൾക്കാർ. ഒരിക്കലും അല്ല. നമ്മളിലേറെ കൂടുതൽ കഴിവില്ല ആൾക്കാർ നമ്മളവിടെ ചെല്ലുമ്പോൾ കാണും. ചില ആൾക്കാർ എങ്ങനെയാണ് 3 ഭാഷക്ക് അനായാസം സംസാരിക്കുന്ന ആൾക്കാരില്ലേ, അനായാസം വായിക്കുന്ന ആൾക്കാരില്ലേ. തമിഴ് അല്ലെങ്കിൽ ഉറുദു, മലയാളം, ഇപ്പൊ എത്ര ആൾക്കാർ പറഞ്ഞുതരാം. ഹിന്ദി അനായാസം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ
മലയാളം. ഈ 3 പത്രം വീട്ടിൽ വരുന്ന അത്ര ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. 3 പത്രം വായിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒത്തിരി പേരുണ്ട്. കഴിവാണ് അതൊക്കെ. അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. മനസ്സിലാണ്ടോ? എല്ലാവർക്കും ഒന്നും കിട്ടൂല. പിന്നെ ഇത് സംസാരിക്കും. ഇപ്പൊ എനിക്ക് പിന്നെ ഒരു സ്കൂളിലെ ഒരു മാഷ്, ഒരു ഉറുദു അധ്യാപകനാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉറുദു അധ്യാപകന് എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിച്ച് ഞാൻ അദ്ദേഹം ഉറുദേ സംസാരിക്കുള്ളൂ. ഉറുദു സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കെട്ടിപ്പിടുത്താണ്. അദ്ദേഹം പറയും, തുമാരാ നാം ക്യാ ഹെ, ആപ്പ് ഉദർ ഉദർ ജായേഗ എന്നൊക്കെ നിർത്തി ഇങ്ങനെ പറയും. കാരണം ഇത് ഈ ട്രാൻസ്ഫർ, അതായത് നമ്മളിതിങ്ങനെ ഈ സംസാരം മാറ്റാനുള്ള ടൈമാണ് നിൽക്കുന്നത്. എന്ത് ആപ്പ് ഉദർ ജായക, അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആ ഉദറിന് എന്താ മലയാളത്തിൽ ഹിന്ദിയിൽ പറയാം എന്ന് ഇയാളെ മെമ്മറിക്ക് വരുന്നില്ല. അതിനാണ് ടൈമിങ് വരുന്നത്. നേരെ മറിച്ച് ഇത് എക്സ്പീരിയൻസ് ആൾക്കാർ നമ്മൾ മലയാളം ഒരിക്കലും, ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ മലയാളം മിക്സിങ്ങേ വരില്ല, തമിഴ് സംസാരിക്കുമ്പോഴും മലയാളം മിക്സിങ് വരില്ല. അതാണ് ഭയങ്കര പഠിക്കേണ്ടത്. എനിക്ക് ഹിന്ദി പഠിക്കാനല്ല റിസ്ക് വന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ തമിഴ് പഠിക്കാനാണ്. അപ്പൊ നിങ്ങൾ പറയും തമിഴാണ് എളുപ്പം. ഒരിക്കലുമല്ല. പഠിക്കാൻ റിസ്ക് ഉള്ള ഭാഷ എനിക്ക് നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. എന്തായിരിക്കും? തമിഴ് ഭാഷയാണ്. എന്നാൽ തമിഴ് നമുക്ക് മനസ്സിലാകും. പക്ഷെ സംസാരിക്കുമ്പോൾ മലയാളം ടച്ച് ചെയ്യാതെ സംസാരിക്കാൻ കഴിയണം. അത് റിസ്ക് ആണെന്ന്. തമിഴില് മലയാളം ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷെ നമ്മൾ മലയാളം അതിൽ മിക്സ് ചെയ്യാതെ തമിഴ് വായിക്കാനോ അല്ലെങ്കിൽ തമിഴ് നിങ്ങൾ സംസാരിക്കാൻ കഴിയോ? അല്ല പിന്നെ എന്നുള്ള വാക്കിന് വേറെ എന്റെ തമിഴ് അപ്പുറമാ சொல்றேன் പിന്നെ പറയാന്ന് പറയണത് മനസ്സിലാണോ നിങ്ങൾക്ക്? ഞാൻ അപ്പുറമാ சொல்றேன்னா അപ്പൊ എന്താ മനസ്സിലത്? ഞാന് പിന്നെ പറയട്ടോ, ഇത്രേ പറഞ്ഞുള്ളൂ. എന്നാ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോ നടത്താൻ വരുന്നത്. ഞാൻ അപ്പുറമാ சொல்றேട്ടോ അങ്ങനെ പറയില്ല. ഞാൻ അപ്പുറമാ சொல்றேன்னா അതിനർത്ഥം എന്താ? എന്നാ ഞാൻ പിന്നെ പറയട്ടോ. ഇതാണ് നല്ല വ്യത്യാസം. ഇതിലെവിടെ അവിടെ ഒരു തമിഴിന്റെ ഒരു ഇത് വന്നോ? ഞാൻ ഈ തമിഴ് പറഞ്ഞപ്പോ മലയാളത്തിന്റെ ഒരു പുടി അങ്ങോട്ട് കയറും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ? ഇല്ല. ഉങ്ക പേരെന്നാ ഇതിങ്ങനെ നമ്മളൊരുപാടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾ പിന്നെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പുറത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ള അന്യഭാഷക്കാരായിട്ട് സംസാരിക്കുന്ന സമ്പർക്കം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ എണ്ണത്തെ നമ്മൾ ചേർക്കും. അപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോ നീങ്ക കേരള കിടയാതുപ്പാ, നീങ്ക എങ്ക ആളുപ്പാ നീങ്ക അപ്പടി ചൊല്ലുവാങ്ക. മനസ്സിലുണ്ടോ? நீங்க கேரளக்காரன் கிடையாது, நீங்க தமிழ்காரங்க, நீங்க உட்காருங்க. என்ன நீங்க தமிழ் பேசிட்டு കേരള அப்படி சொல்றாங்களா? நீங்க ஏன் ஆளு அப்படி சொல்லுவாங்க. മനസ്സിലായെങ്കിൽ അത് അങ്ങനെ ഒരു കെയർ ചെയ്യും വരും. ഈ തമിഴന്മാര് നിങ്ങൾ ഇത്ര ഒരു സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സാധനത്തെ നിങ്ങൾ എന്റെ ജീവിതം ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരെ ഞാൻ പിന്നെ സമ്പർക്കം പോയി, ഒരുപാട് സ്റ്റേറ്റിലെ ആൾക്കാരായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. പക്ഷെ തമിഴന്മാരത്ര സ്നേഹം നമുക്ക് മലയാളികളിൽ നിന്ന് പോലും കിട്ടൂല. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ജീവനും കിട്ടിയിരുന്നു നമ്മൾ. അവര് സ്നേഹം എന്താന്നൊക്കെ അറിയണമെങ്കിൽ തമിഴന്മാര്. പിന്നെ ഞാൻ അതൊരു രാജ്യത്ത് പോയത് കണ്ടില്ല, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒമാനികളെയാണ്. ഒമാനികളുടെ സ്നേഹം അത് വേറെ, ബഹുമാനം, റെസ്പെക്ട് അത് വേറെ ലെവലാണ് രാജ്യങ്ങൾ വിട്ടു പോകുമ്പോൾ. പക്ഷെ സ്റ്റേറ്റിൽ ഞാൻ ഒത്തിരി സ്റ്റേറ്റ് കണ്ടിട്ടുണ്ട്, ഒത്തിരി സ്റ്റേറ്റിലെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തമിഴന്മാരെയാണ്. തമിഴന്മാര് അവരെ കെയറിങ്ങും അവരുടെ സ്നേഹവും என்ன சொல்லுவாங்க தெரியுமா தமிழ்ல? நண்பா நீங்க என்ன நேசிச்சானா நான் என் உயிரே கொடுப்பேன். நண்பா നീ എന്നെ നേസിച്ച ഞാൻ ഉയരെ ഉനക്കായ കൊടുപ്പാൻ. ഇതിലെവിടെയെങ്കിലും മലയാളം വന്നോ? ഇല്ല. അങ്ങനെ തമിഴ് പറയാൻ പഠിക്കണം. അതാണ് കഴിവ്. അത് റിസ്ക് തന്നെയാണ്, നല്ല റിസ്ക്കാ തമിഴ് പഠിക്കാൻ. എന്നാൽ പെട്ടെന്ന് പഠിക്കും ചെയ്യാം. തമിഴിൽ അതുപോലെ കുറെ വാക്കുകളുണ്ട്. തമിഴിൽ എന്താ വെച്ചാല് പിന്നെ മനേവി, ഭാര്യക്ക് പറയുന്ന വാക്കാണ് മനേവി, പൊണ്ടാട്ടി, അങ്ങനെ ഞാൻ പൊണ്ണ് അപ്പടി ചൊല്ല. പൊണ്ടാട്ടി, മനേവി, ഈ 2 വാക്കുണ്ട് ഭാര്യക്ക്. ഞാൻ ഭാര്യ എന്ന് നമ്മളതിൽ പറയും, പിന്നെ എന്റെ പെണ്ണുങ്ങളെന്ന് പറയും ചില നമ്മളെ നാടൻ ഭാഷയിൽ. വൈഫ് എന്നാണ് ഇംഗ്ലീഷാണ്, അത് പോട്ടെ. അതുപോലെ ഞാൻ പുരുഷന്, ആത്തുക്കാരി എന്ന് പറയും. അങ്ങനെ 2-3 വാക്കാണ്. ആത്തുക്കാരി, പുരുഷന്, കണവൻ, ഭർത്താവിന് പുരുഷനെന്ന് പറയും, കണവൻ എന്ന് പറയും, ആത്തുക്കാരൻ എന്ന് പറയും. അങ്ങനെ കുറെ പദങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കണം. അതുപോലെ ജില്ലക്ക് ജില്ല എന്നും പറയും. അതുപോലെ എന്താ പറയാ, മാവട്ടം,
മാநிலம் എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റിനെ പറയാം. കേരള മാநிலம், സ്റ്റേറ്റ്, സംസ്ഥാനം എന്ന് പറയില്ല, അതിന് മാநிலம் എന്ന് പറയും. അങ്ങനെ ഒരുപാട് 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 പഠിക്കാനുണ്ട്. നമ്മള് തമിഴാണ് ഭയങ്കര റിസ്ക്, എന്നാൽ തമിഴാണ് സിമ്പിളും. എനിക്ക് തമിഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിട്ടോ. പിന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ 2 ഭാഷ എനിക്കുണ്ട്. ഒന്ന് തെലുങ്കും പിന്നെ ഒന്ന് ബംഗാളി. ബംഗാളിയുടെ ഇടയിൽ കുറെ നിന്നിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാല് ബംഗാളിയിൽ നിന്ന ഇടയിൽ ഞാൻ ഏകദേശം 1 വർഷത്തോളം ബംഗാളിയുടെ ഇടയിൽ നിന്നിട്ടുണ്ട്. പഠിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഞാൻ ഹിന്ദി ശരിക്കും പഠിച്ചിരുന്നു. ഹിന്ദി പഠിക്കുമ്പോൾ ഞാൻ അവരൊരു ഹിന്ദി സംസാരിക്കാം, അവരിങ്ങോട്ട് ഹിന്ദി സംസാരിക്കും, ഞാൻ അവരോട് ഹിന്ദി സംസാരിക്കും. അതുപോലെ ആന്ധ്രക്കാരൻ ഞാൻ തെലുങ്കും എനിക്ക് പഠിക്കാൻ പറ്റാതിരിക്കാൻ കാരണം ഞാൻ തെലുങ്കന്മാർക്ക് 90% ആൾക്കാർക്ക് തമിഴ് അറിയാം. അപ്പോൾ ഞാൻ അവരോട് തമിഴ് പറയും, അവരിങ്ങോട്ട് തമിഴ് പറയും. അങ്ങനെയാണ് എനിക്ക് പിന്നെ തെലുങ്കുമാരുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു. തെലുങ്കുമാരുടെ കൂടെ ഉണ്ടായിരുന്നു, ബംഗാളിയുടെ കടയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു ബോംബെയിൽ. അല്ല സോറി, അവിടെ എന്താ പറയാ, ഗൾഫില്. എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയത്, അത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോഴേക്കും അവർക്കറിയുന്ന ഭാഷ ഞാൻ പഠിച്ചിരുന്നു. നമ്മളെന്താ വെച്ചാൽ ഒരു ഭാഷയും പഠിക്കാതെ ഒന്ന് പെടണം. നേരെ മറിച്ച് ഞാൻ പഠിക്കുമ്പോൾ എവിടെ ചെല്ലുമ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ പഠിക്കും. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ബംഗ്ലാദേശ് ചെല്ലുമ്പോൾ ഹിന്ദി അറിയാതെ കുറെ ആൾക്കാർ കിട്ടും. ഈ പുറം സ്റ്റേറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും ഹിന്ദി അറിയും. നിങ്ങൾക്കറിയാം, വേൾഡിൽ നിന്ന് എവിടെ ചെന്നാലും കുടുങ്ങൂല ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ. ഹിന്ദി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷാണ് ഇന്റർനാഷണൽ ലാംഗ്വേജ് എങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ശരിക്കും പറയാം ചൈനീസ് ആണ്. പക്ഷെ സെക്കൻഡ് ലാംഗ്വേജ് ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദിയാണ്, അല്ലെങ്കിൽ ഉറുദു. ഹിന്ദിയും ഉറുദും 2 ഭാഷ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹിന്ദി പിന്നെ പാകിസ്ഥാനിലൊക്കെ ഇപ്പോൾ എന്താണ്, ഒന്ന് അറബി ഇങ്ങോട്ട് ആപ്കാ നാം എന്നുള്ള ഒരു ഇങ്ങനെ അറബിയിൽ ഇങ്ങനെ എഴുതും, ഉറുദുവില് നമ്മൾ ഹിന്ദിയിൽ ഇങ്ങോട്ട് ആപ്കാ നാം എന്നിങ്ങനെ എഴുതും. ഒക്കെ കണക്കാം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഹിന്ദി ഉറുദും ചെറിയ വ്യത്യാസമുള്ളൂ. ഭഗവാൻ എന്ന് പറയും, അവർ ഹുദ എന്ന് പറയും. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. കുറച്ചും കൂടിയും ഇതില് ഹിന്ദി ഉറുദുവിൽ ചെറിയ ചെറിയ വ്യത്യാസം. ചെറിയ ഹിന്ദിയിൽ പറയണമെങ്കിൽ ജനാബ് എന്ന് പറയും. ജനാബ് എന്നുള്ളത് ഉറുദു വാക്കാണ്, ജനാബ്. ഇപ്പൊ ഞാൻ പറയാം, നമ്മളെ രാഷ്ട്രീയ വയസ്സിൽ പറയണമെങ്കിൽ ജനാബ് കുഞ്ഞാലിക്കുട്ടി ജനാബ് എന്നൊക്കെ പറഞ്ഞ പേര് തുടങ്ങുക. എന്നാ ജനാബ് എന്ന് പറഞ്ഞിട്ട് ഇവര് തുടങ്ങൂല, ആരും തുടങ്ങൂല. ഹിന്ദിയിൽ തുടങ്ങുമ്പോ സോണിയാജി, രാഹുൽ ജി, ജനാബ് രാഹുൽ ജി എന്ന് പറയോ? കേട്ടോ? ഇല്ല. ഇത് മുസ്ലിം ലീഗ് പറയുന്നത് ഈ ജനാബ് എന്ന വാക്ക് ഉറുദാണ്. ഈ ജി എന്ന വാക്ക് രണ്ടും സാറിനെ അർത്ഥമുള്ളൂ. ജനാബ് എന്ന് പറഞ്ഞാലും സാറിനെ അർത്ഥം. ഈ ജി എന്ന് പറഞ്ഞാലും രാഹുൽ ജി, മോദി ജി. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുണ്ടോ? രാഷ്ട്രീയമല്ല പറയുന്നുട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. മോദിജി, അതുപോലെ രാഹുൽ ജി, സോണിയാജി, പ്രകാശ് കാരാട് ജി. കണ്ടല്ലേ, രാഹുൽ ഗാന്ധി സംസാരിക്കും കുറെ ജി എന്ന് കൂട്ടും. നേരെ മറിച്ച് ഇതേ പ്രോഗ്രാം നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ജി എന്നുള്ള വാക്ക് അവിടെ കാണാൻ പറ്റില്ല. അവിടെ എന്താ പറയാ, ഇ ഹമദ്, ജനാബ് ഇ ഹമദ്, ജനാബ് കുഞ്ഞാലിക്കുട്ടി, ജനാബ് ഇ ടി മുഹമ്മദ് ബഷീർ. അല്ലേ, കേട്ടിട്ടല്ലേ? ജനാബ് എന്താണ്, അബ്ദുൽ വഹാബ്. ഇവർ ജനാബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനാബും ജിയും എന്താ വ്യത്യാസം വെച്ചാൽ രണ്ടും ഒറ്റ അർത്ഥമാണ്. ജനാബ് ആയേ ഇതർ, ജനാബ് സാബ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറയും? ഇവര് ജനാബ് എന്ന് പറയും, നമ്മള് ജി എന്ന് പറയും. പാകിസ്ഥാനികളൊക്കെ ആണെങ്കിൽ ജനാബ് ആയേ ബൈഠിയേ ജനാബ്, കഹാ ജാ രഹാ ഹൈ ആപ്, ക്യാ കാം ഹൈ, കുറച്ച് സ്ട്രോങ് കൂടും. നേരെ മറിച്ച് ക്യാ ജി ആപ് കിധർ ജാ രഹേ എന്ന് ചോദിക്കും നമ്മൾ ഹിന്ദിക്കാരാണെങ്കിൽ. മറ്റൊരാൾ ഒന്നും കൂടി ഒന്ന് ശുദ്ധത. നമ്മളിപ്പോ ശുദ്ധ മലയാളം പറയുന്നതും മലപ്പുറം മലയാളം പറയുന്നതും വ്യത്യാസമല്ലേ? ഒക്കെ രണ്ടും ഒന്ന് തന്നെയല്ലേ? മലയാളം തന്നെ ആർക്കും മനസ്സിലാവും. അപ്പൊ നമ്മൾ ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഹിന്ദിയും ഉറുദും പാകിസ്ഥാനികൾ പറഞ്ഞു അമ്മ അഭി ഉറുദു മേ ബാത് കർ രഹേ. ഹിന്ദിക്കാരും ഒരു മൈക്ക് ഹിന്ദിക്കാരന്റെ കയ്യിലും, ഒന്ന് അസാറുദ്ദീന്റെ കയ്യിലും, ഒന്ന് അസാറുദ്ദീൻ അല്ല, ഒന്ന് വാഷിം അക്രമായിരുന്നു. ഒന്ന് എന്താ പറയാ, കമാൻഡറി ബോക്സിൽ ഇതിലുണ്ടായിരുന്നു. കമാൻഡറിയിൽ ഒന്ന് വാഷിം അക്രമും ഒന്ന് ജഡേജയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ടാണ് ക്രിക്കറ്റ് സമയത്ത്. ഇവര് പറയാം ഹം അഭി ഹിന്ദി ബോൾ രഹേ. ആര് പറയും? ജഡേജ പറയും. അപ്പൊ വാഷിം അക്രം ഹം അഭി ഉറുദു ബോൾ രഹേ. രണ്ടാളും ഇതിന് തർക്കാണ്. കോൺസാ ഹിന്ദിയെ കോൺസാ ഉറുദു കിസിക്കോ നീ മാലൂമേ, സച്ചി ബോൾ റോ മേ. ഞാൻ സത്യം പറയുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ട്, ഇടക്കിടക്ക് അരങ്ങേറും. ഈ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും തമ്മിൽ കളിയെടുക്കുമ്പോൾ ഇടക്കിടക്ക് അരങ്ങേറുന്ന രസകരമായ ഒരു ടെക്നിക്കാണ്. ഇത് രണ്ടും സത്യത്തിൽ ഒന്ന് ചെറിയ ചെറിയ വാക്കുകൾ. ഹുദ എന്ന് പറയും, ഞാൻ പറഞ്ഞില്ല, ഹുദ എന്ന് പറയും ഇവര് ഉറുദുവില്. അതില് ഹിന്ദിയിലാണെങ്കിൽ ഭഗവാൻ എന്ന് പറയും. അത് അറബിക്ക് വരുമ്പോ അള്ളാഹ് എന്നാവും.
അത് മലയാളത്തിൽ വരുമ്പോൾ ദൈവം എന്നാവും, അത് തമിഴിൽ പോകുമ്പോൾ മുരുകൻ എന്നാവും, ആണ്ടവനാവും. അങ്ങനെ ഓരോ ഭാഷയ്ക്ക് പോകുമ്പോൾ പേരിങ്ങനെ മാറും. സംഗതി ഒക്കെ വന്നതിനെ കാരണം ഞാൻ പറഞ്ഞതിൽ സുബൈറോപ്പ് പറഞ്ഞത് തെറ്റാന്ന് തോന്നുന്നുണ്ടോ? ചങ്ങന്മാരെ നമ്മൾ വെള്ളം എന്ന് മലയാളത്തിൽ പറയണത്, തണ്ണീന്ന് തമിഴിൽ പറയുന്നത്, പാനിന്ന് ബോംബെയിൽ അത് ഹിന്ദിയിൽ പറയുന്നത്, മായി എന്ന് ആര് പറയുന്നു? ഒമാനികൾ പറയുന്നു. മാവുന്ന് അറബിയിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് മാവുൻ ചെയ്തു എന്ന് പറയലുണ്ടോ? അല്ലെങ്കിൽ മാഹുൻ എന്ന് പറയലുണ്ടോ വെള്ളത്തിന്? അത് ഉച്ചാരണമില്ല, ഉച്ചാരണ ഭാഷയല്ല. അത് എഴുത്തിലിപി വേറെയും ഉച്ചാരണ ഭാഷയും വേറെയാണ്. അപ്പോൾ സംഗതി ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈലിന് എന്താണ് അറബി പറയാ? ജവാൽ അല്ലെ? ജവാദ്, ജവാൽ എന്നല്ലേ തോന്നുന്നുണ്ട്. ഞാൻ മറന്നു, കുറെ പോയിട്ട് 5-6 വർഷമായി പോയി. എന്നിട്ട് 6 അല്ല 10 വർഷക്കാനായി. മൊബൈലിന് സത്യത്തിൽ ഇതിന്റെ മൊബൈലല്ലല്ലോ ഇതിന്റെ പേര്. ഇതിന്റെ പേരെന്താ? സെല്ലുലാർ ഫോൺ അല്ലേ? സെൽഫോൺ അല്ലേ? നമ്മൾ ആരെങ്കിലും സെൽഫോൺ എടുത്താ, എന്റെ സെൽഫോൺ എടുത്താന്ന് ആരും പറയുന്നുണ്ടോ? അതിന്റെ മൊബൈൽ എടുത്താന്നല്ലേ പറഞ്ഞു? മൊബൈൽ കമ്പനീന്റെ പേരാണ്. ഇപ്പോ വിവോ, ഐഫോൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കമ്പനീന്റെ പേരാണ് മൊബൈൽ. ആ മൊബൈൽ കമ്പനി ഇപ്പൊ കാണാനല്ല നിന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് മൊബൈൽ എന്ന കമ്പനിയാണ് ഈ സെൽഫോൺ ഇറക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന് മൊബൈൽ എന്നൊരു പേര് വന്നത് അല്ലേ? അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ പൈസ ഇപ്പോഴത്തെ ജനറേഷനിൽ ഗൂഗിൾ പേ ആണല്ലോ ഫസ്റ്റ് വരുന്നത് അല്ലേ? ട്രെൻഡ് ആയത് ആൾക്കാരെ മനസ്സിൽ ആ ഗൂഗിൾ പേ എടുത്താന്ന് പറയും. പക്ഷെ ഫോൺ പേ ഒരു ആപ്പിന്റെ പേരാണ്, ഗൂഗിൾ പേ ഒരു ആപ്പിന്റെ പേരാണ്, വേറെ ഒരുപാട് ആപ്പുകളുണ്ട്. എന്നാലും നിങ്ങളിത് ഗൂഗിൾ പേ ഉണ്ടെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ നിങ്ങളിത് ഫോൺ പേ ഉണ്ട് ചോദിക്കും. അതിനെക്കാട്ടുള്ള ആൾക്കാർ ഗൂഗിൾ പേ ഉണ്ട് വെച്ചാൽ ഗൂഗിൾ പേ അവർ എടുത്തിരുന്നത്, നമുക്ക് ഫോൺ പേ കൊടുത്തിരുന്നത്. അതൊക്കെ ഒരു ആപ്പിന്റെ പേരാണ്. എന്നാലും ആദ്യം ഇറങ്ങിയതാണ് നമ്മളെ മെമ്മറിയിൽ കയറി കിടക്കുക അല്ലേ? അതുപോലെയാണ് മൊബൈൽ. ശരിക്കും മൊബൈലല്ല, സെൽഫോണാണ് പേര്. ശരിയാണോ അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഹിന്ദി, തമിഴും, എന്താ പറയാ, അറബിയും മലയാളം ഒക്കെ പാടെന്ന് ജഗപ്പൊക്കെ അരമണിക്കൂർ പോയില്ലേ? കുറെ ആൾക്കാർ നിന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങനെ കേട്ട് ഇതൊരു രസമാണ്, സുബൈറോപ്പിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ കേട്ട് നിന്നു. എന്തായാലും ചങ്കുകളെ സുബൈറോപ്പ് നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനെയും വേണ്ട കുറെ കാര്യങ്ങളല്ലേ? കുറെ എപ്പോഴും നമ്മളിങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കാര്യമല്ലോ. നമുക്ക് ഇതേമാതിരി കുറെ സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സുബൈറോപ്പോട് ചോദിക്കാനൊക്കെ ഉണ്ടാവില്ല. എന്തൊക്കെ ചോദിക്കാൻ ലൈവിൽ ചോദിച്ചാൽ ലൈവിൽ തന്നെ ആൻസർ തരും. ഇന്നിപ്പോൾ ആരും ചോദിക്കണമെന്ന് കാണില്ല. അമീർ ഹംസ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്കൊന്നും ഒന്നും മിണ്ടാനൊന്നുമില്ല തോന്നുന്നുണ്ടല്ലേ? ബോലോ ബോലോ കുച്ച് ബോലോ സുനോ നാം സുനേഗ ചൊല്ലുങ്ക ചൊല്ലുങ്ക എന്നെ വേണമെങ്കിലും ചൊല്ലുങ്ക നാം പേசுறதுக்கு തയ്യാറാக இருக்கேன். சொல்லுங்க 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 மேடம், சொல்லுங்க நீங்க என்ன, சொல்லுங்க 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 சார், நீங்க என்ன பேசுறது. அப்போ மீண்டும் சந்திப்போம். வணக்கம்.